മോർണിംഗ് സ്റ്റുഡൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈഫ് എൽസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് തുടർന്ന് വരുന്ന എൽസ്, ഈഫ് അതുപോലെ സ്വിച്ച് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈഫ്, എൽസ് അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. എൽസ്, ഈഫ്, ലാഡർ എന്ന് പറയും. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? An if statement is used within an else block. It is used in program when multiple branches is required. It is also known as else if else if statement എന്നാണ് വിളിക്കുന്നത്. നോക്കൂ, ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് എൽസ് ബ്ലോക്കിന്റെ ഉള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലേ, അത്തരം സ്റ്റേറ്റ്മെന്റുകളാണ് എൽസ്, ഈഫ്, ലാഡർ എന്ന് പറയാം. നോക്കൂ, ഈഫ് നോക്കൂ, ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എൽസ്. ഈ എൽസ് ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ ഈഫ് ഉപയോഗിച്ചു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രോഗ്രാംസ് വെൻ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. അപ്പൊ എന്താണ്, ഒന്നിലധികം ബ്രാഞ്ചസുകൾ ഉണ്ടാവും, ഒന്നിലധികം ശാഖകൾ ഉണ്ടാവും. അതുകൊണ്ട് എൽസ്, ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. അത് എൽസിന്റെ ഉള്ളിൽ ഈഫ് ഉപയോഗിക്കുന്നു. ഇവിടെ ഉണ്ടോ, എൽസ്, ഈഫിന്റെ ഉള്ളിൽ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള അതിന്റെ സിന്റാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് സീൻ അല്ലേ. അത് നമ്മൾ എക്സാമ്പിൾ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നേരത്തെ എടുത്തത് CPP-യിൽ എൽസ്, ഈഫ്, ലാഡർ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. പ്രോഗ്രാമിൽ ജീനി സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടു, ഒരു എൽസ്, ഈഫ്, ലാഡർ ആണ് ഇത്. ആഷ് ഇൻക്ലൂഡ് ISTeam യൂസിങ് നെയിംസ്പേസ് std ഇൻഡ് മെയിൻ ഫംഗ്ഷൻ ഇൻഡ് സ്കോർ. സി ഔട്ടിൽ എൻ്റർ യുവർ സ്കോർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്കോർ ആഡ് ചെയ്യും, ഇൻപുട്ട് ചെയ്യും. ഈഫ് സ്കോർ അല്ലേ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80, നമ്മൾ എടുക്കുന്ന സ്കോർ 80-ന് മുകളിലാണെങ്കിൽ എ ഗ്രേഡ്. അതല്ല എൽസ്, ഈഫ് അപ്പൊ 80 മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് വരണം, എ ഗ്രേഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലെ. എൽസ്, ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിലോ, 60-ന് മുകളിലാണെങ്കിൽ ബി ഗ്രേഡ്. അതല്ല 40-ന് മുകളിലാണെങ്കിലോ സി ഗ്രേഡ്. അതുമല്ല 30-ന് മുകളിലാണെങ്കിൽ ഡി ഗ്രേഡ്. ഇനി 30 ഇതൊന്നും അല്ലെങ്കിൽ ഇ ഗ്രേഡ് എന്ന് മെസ്സേജ് നമുക്ക് കിട്ടണം. അതായത് നമ്മളെന്തായിരിക്കും, 30-ന് താഴെ ആയിരിക്കും. അപ്പോൾ ഇ ഗ്രേഡ് എന്ന് പറയുന്ന മെസ്സേജ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്താൽ നമ്മളിതിനെ കമ്പൈലേഷൻ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. എൻ്റർ യുവർ സ്കോർ അല്ലേ, നമുക്ക് 81, 80 മുകളിലാണെങ്കിൽ എ ഗ്രേഡ് അല്ലേ ഉണ്ടാവും, എ ഗ്രേഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി അതല്ല, ഇനി നമുക്ക് 60-ന് 75 ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയെങ്കിൽ അവന് ബി ഗ്രേഡ് കേട്ടോ അല്ലേ. ഇനി അതൊന്നുമില്ല, നമുക്കൊരു 50 മാർക്ക് കൊടുത്തു പോകാം. എൻ്റർ യുവർ സ്കോർ 50 എന്ന് കൊടുത്താൽ സി ഗ്രേഡ് കേട്ടോ. ഇനിയോ ഇതൊന്നുമല്ല, നമുക്ക് എന്ത് വേണം, 10 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയതെങ്കിൽ ഇ ഗ്രേഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു എൽസിന്റെ ഉള്ളിലാണ് ഈഫ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ വിളിക്കുന്നത് എൽസ്, ഈഫ്, ലാഡർ എന്നാണ്. എൽസ്, ഈഫ്, ലാഡർ. അപ്പൊ ഇതുപോലുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് വരുന്നത്. ലാഡർ മോഡലാണ് അല്ലെ, ഒരു കോണി, ഒരു ഏണി മോഡലാണ് ഇത് വന്നത് കൊണ്ടാണ് എൽസ്, ഈഫ്, ലാഡർ എന്ന പേര് വന്നത് അല്ലെ. അപ്പൊ ഈഫ്, എൽസ്, ഈഫ്, ലാഡർ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ മുന്നേ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഒരു ഈഫും കൂടെ ഉണ്ട്. ഒരു ഈഫിന്റെ ഉള്ളിൽ മറ്റൊരു ഈഫ് വരുന്നതാണ് നെസ്റ്റഡ് ഈഫ്. അവിടെ നോക്കൂ, ഒരു ഈഫ്, ആ ഈഫിന്റെ ഉള്ളിൽ മറ്റൊരു ഈഫ് വന്നു. എൽസിന്റെ ഉള്ളിലല്ല, ഈഫിന്റെ ഉള്ളിൽ തന്നെ ഒരു ഈഫ് വന്ന. നോക്കൂ, സ്കോർ ഗ്രേറ്റർ ദാൻ 60 ആണ്, ഈക്വൽ ടു 60 ആണ്. എന്നാൽ ഏജ് ആണെങ്കിൽ 18 ആണെങ്കിൽ യു ആർ സെലക്ടഡ് ഫോർ ദി കോഴ്സ് കേട്ടോ. അപ്പൊ 2 കണ്ടീഷൻ ഉണ്ട്. 60 സ്കോർ എന്തെങ്കിലും മാർക്ക് 60 മുകളിലാവും വേണം,
18 വയസ്സും ആവണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കോഴ്സിന് സെലക്ട് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഔട്ടർ റീഫ് എന്നാണ് പറയുക. ഇതിനുള്ളിൽ വന്നത് ഇന്നർ റീഫ് എന്ന് പറയും. അതിന്റെ സിന്റാക്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, മറ്റൊരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. അതുപോലെ ക്വാളിറ്റി ചെക്കിംഗ് യൂസ്ഡ് ഇൻ സ്വിച്ച് അല്ലേ. ഒരു ഒന്നിലധികം ബ്രാഞ്ച് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അത് ക്വാളിറ്റി ചെക്കിംഗ് ഈസ് യൂസ്ഡ് ഇൻ സ്വിച്ച്. ഒരു ഈക്വാലിറ്റി ചെക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഒരു നമ്പർ ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ സിന്റാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സൂത്രവാക്യാണ് സ്വിച്ച് എക്സ്പ്രഷൻ ഓപ്പൺ ബ്രേസ് കേസ് കോൺസ്റ്റന്റ് 1 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഒറ്റ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ബ്രേക്ക്, അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി അതല്ല ഈ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, അതുപോലെ കോൺസ്റ്റന്റ് 3 ആണെങ്കിൽ ബ്ലോക്ക് 3, ഇങ്ങനെ പോയിട്ട് ഇതൊന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n, അങ്ങനെ പോവാം. എത്ര വേണമെങ്കിലും നമുക്ക് പോവാം അല്ലേ. അപ്പൊ ഇവിടെ കേസ് സ്വിച്ചിനോട് കൂടെ എക്സ്പ്രഷൻ വേണം. കേസ് എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ ടൈമും കൂടെ നമ്മൾ ഇതിൽ ഉപയോഗിക്കാം. The expression is equivalent to get an integer or character constant and it is matched against the constant specified in the case statement. നമ്മൾ എക്സ്പ്രഷൻ ആയി നൽകുന്നത് അല്ലെ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ കേസിൽ നൽകുന്നതിനോട് എന്ത് ചെയ്യണം? ഈക്വലന്റ് ആവണം. അങ്ങനെ ഈക്വലന്റ് ആവുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. When a match is found ആണെങ്കിൽ the statement block associated with that case is executed until the break statement or end of switch statement is reached. ഒന്നുകിൽ എന്ത് ചെയ്യും? ഇത് മാച്ച് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക്, അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡീഫോൾട്ട് ബ്ലോക്കിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഉദാഹരണം, നമ്മൾ നേരത്തെ ഈഫിലെ സ്വിച്ചിൽ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ടൈപ്പ് ചെയ്യാൻ നമ്മൾ വീഡിയോസ് ദീർഘമാകും, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. യൂസിങ് നെയിം സ്പേസ് എസ്ടിഡി അല്ലേ, ആഷ് ഇൻക്ലൂഡ് ഐ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് എസ്ടിഡി ഇൻ ദി മെയിൻ ഫംഗ്ഷൻ ഇൻഡ് ഡേ. അതായത് ഓരോ ഒരു വീക്കിലെ ഡേയ്സുകളെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. ഡേയ്സുകൾ ഉദാഹരണം ഇൻഡ് ഡേ, സി ഔട്ടിൽ എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7, 1 മുതൽ 7 വരെയുള്ള നമ്പർ കൊടുക്കുമ്പോൾ ഓരോ ഡേയ്സുകൾ പ്രിന്റ് ചെയ്യാം. അപ്പോൾ സീലൊരു ഡേ, സ്വിച്ച് ഡേ, ഇതാണ് എക്സ്പ്രഷൻ. കേസ് 1 എന്നാണെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സൺഡേ പ്രിന്റ് ചെയ്യണം. 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ, 4 ആണെങ്കിൽ വെനസ്ഡേ, അതുപോലെ 5 ആണെങ്കിൽ തേഴ്സ്ഡേ, 6 ആണെങ്കിൽ ഫ്രൈഡേ, 7 ആണെങ്കിൽ സാറ്റർഡേ. ഇതൊന്നും അല്ലെങ്കിൽ റോങ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കമ്പൈലേഷൻ നടത്തുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്തു. നോക്കൂ, എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7. അപ്പോൾ നമുക്ക് 1ന്റെയും 7ന്റെയും മിഡിലൊരു സംഖ്യ അടിക്കാൻ. അപ്പോൾ നമ്മൾ 5 എന്ന് അടിച്ചു. അപ്പോൾ നോക്കൂ, തേഴ്സ്ഡേ എന്ന് പറയുന്ന ഒരു ഡേയ്സ് വന്നു അല്ലേ. നോക്കൂ, ഈ 5ന് ശേഷം നമ്മൾ തേഴ്സ്ഡേ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അത്രേ ചെയ്യുള്ളൂ. ഇനി നമ്മൾ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മൺഡേ അല്ലേ. ഇനി 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സൺഡേ. ഓക്കെ. ഇനി ഇതല്ല, നമ്മൾ 7ഉം 8 എന്നടിക്കുകയാണെങ്കിലോ റോങ് ഇൻപുട്ട്. കണ്ടോ, അങ്ങ് ഇൻപുട്ട് ഇല്ല. 1 മുതൽ 7 വരെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 1 മുതൽ 7 വരെ ഉള്ളൂ. ഇനി 8 നമ്മൾ കൊടുത്തിട്ടില്ല. കേസ് 8 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഇതിന് കൊടുക്കാത്തത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യില്ല? ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൂടെ എപ്പോഴും വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതിന് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാ. ജമ്പ് സ്റ്റേറ്റ്മെന്റ് അടുത്ത വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ.
അപ്പം ഇങ്ങനെയുള്ളതിനാണ് ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് എൽ സി ലാഡർ. എൽ സി ലാഡറും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, എൽ സി ലാഡർ, രണ്ട് കോളം. ഒന്ന് പെർമിറ്റ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്, ഇതിനുണ്ട് പെർമിറ്റ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. അതുപോലെ ഇവാലുവേറ്റ് കണ്ടീഷൻ ആൻഡ് ഈക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് ഓൺലി. ഇവിടെ തുല്യമായ കണ്ടീഷനോട് തുല്യമായത് മാത്രമാണോ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ റിലേഷണൽ ഓർ ഇവാലുവേറ്റ് എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ഇവിടെ റിലേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനോ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൽ കേസ്, ഇവിടെ സ്വിച്ച് ആണെങ്കിൽ കേസ് കോൺസ്റ്റന്റ് മസ്റ്റ് ബി ഇന്റീജർ ഓർ ക്യാരക്ടർ ടൈപ്പ് വാല്യൂ. ഇവിടെ എന്ത് ചെയ്യണം, കേസ് സ്റ്റേറ്റ്മെന്റ് ഇന്റീജറോ ക്യാരക്ടറോ ആവണം. കണ്ടീഷൻ മേ ബി ഇൻക്ലൂഡ് റേഞ്ച് ഓഫ് വാല്യൂ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്. ഇവിടെ കണ്ടീഷൻ എന്താവാം, റേഞ്ച് ഓഫ് ദി വാല്യൂ, ഒരു വാല്യൂ ആവാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റുകളൊക്കെ ആവാം, എൽ സി ലാഡർ ആവാം. ഇനി സ്വിച്ച് ആണെങ്കിലോ വെൻ നോ മാച്ചിങ് ഈസ് ഫൗണ്ട് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്. ഇവിടെ എന്താണ്, ഈക്വാലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതായത് ഒരു മാച്ച് ഫൗണ്ടായി, ഒരു നമ്മൾ നൽകുന്ന എക്സ്പ്രഷൻ മാച്ച് ആയിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ആണെങ്കിൽ എൽസ് ബ്ലോക്ക് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബ്രേക്ക് സെൻഡ് റിക്വയർഡ് ഓഫ് എക്സിറ്റ് ഫ്രം സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്യാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. എന്നാൽ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദി കമ്പൈലേഷൻ ഓഫ് എ ബ്ലോക്ക്. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലായിട്ട് പുറത്തു പോകും. അതിന് പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. മോർ എഫിഷ്യന്റ് വെൻ വി സെയിം വാരിയബിൾ ഓർ എക്സ്പ്രഷൻ ഇൻ കമ്പയർഡ് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് വാല്യൂ ഫോർ ഇക്വാലിറ്റി അല്ലേ. അതായത് മോർ എഫിഷ്യന്റ് വെൻ ദി സെയിം വാരിയബിൾ ഓർ എക്സ്പ്രഷൻ ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂ ഓഫ് ഇക്വാലിറ്റി. ഒരു കൂട്ടം വാല്യൂസുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം വാല്യൂസുകൾ, ഈക്വാലിറ്റി ഒരു കൂട്ടം വാല്യൂസുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു വാരിയബിൾ എക്സ്പ്രഷനൊക്കെ ഉപയോഗിച്ച് കമ്പാരിസൺ ചെയ്യാൻ കഴിയുന്നു. എന്നാൽ മോർ ഫ്ലെക്സിബിൾ ആൻഡ് അതുപോലെ വേഴ്സാറ്റിൽ കമ്പയർഡ് ടു സ്വിച്ച്. അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് സ്വിച്ചിനേക്കാൾ നടക്കുന്നത്, എൽ സി ലാഡറിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് എൽ സി ലാഡർ ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്ററെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ ടെർനറി ഓപ്പറേറ്റർ ആയിരുന്നു എന്ത്, കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലേ. ആ കണ്ടീഷണൽ ഓപ്പറേറ്ററെ കുറിച്ച് സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് എ ടെർനറി ഓപ്പറേറ്റർ കൺസിസ്റ്റ് ഓഫ് 3 ഓപ്പറന്റ്, 3 ഓപ്പറന്റുകളുള്ള ഓപ്പറേറ്റർ ആണ് ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതുകൊണ്ടാണ് ഇതിനെ ടെർനറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റ് ഫോർ ഇഫ് എൽസ്. ഇഫ് എൽസിനെ ആൾട്ടർനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതായത് ഇഫ് എൽസിന്റെ ഉപയോഗം തന്നെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നുള്ളത്. അതിന്റെ സിന്റാക്സ് നോക്കൂ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ട്രൂ കേസ് കോഡ്, ഫോൾസ് കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കും, അതിനുശേഷം ട്രൂ കേസ് വരും, പിന്നെ ഇതിന് ശേഷം ഫോൾസ് കേസ്. As include ISing use namespaces in the main function in the n1 n2 cout enter 2 numbers n greater than n1 n2 n greater than n2 cout is larger cout n2 is larger. നോക്കൂ, ഒരു ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, n1 greater than n2 ആണെങ്കിൽ cout n1 ഈസ് ലാർജർ എന്ന് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, cout n2 ഈസ് ലാർജർ എന്നും പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത് ട്രൂ കേസ് ആണ്, ഇത് ഫോൾസ് കേസ് ആണ്. ഇവിടെയാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ബേസ് ഇഫ് എൽസ് മോഡൽ തന്നെ അല്ലേ.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ എക്സാമ്പിളൊക്കെ നമ്മൾ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ഇനി ഇത് നമ്മൾ if else ഉപയോഗിച്ച് എഴുതുമ്പോഴുള്ള ഒരു പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ n1 n2 big cout enter two numbers cl n1 greater than n2 big n greater than n1 n2 cout big is big. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ അത് 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. if else switch. പിന്നെ അതിൽ നമ്മൾ നെസ്റ്റഡ് if എന്താണെന്ന് പറഞ്ഞു, else ladder എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ലാസ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലേ? ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. നമ്മൾ പ്രാക്ടിക്കലായി ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഇത്. ഇതുപോലുള്ള പ്രോഗ്രാംസുകളൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഉബുണ്ടു ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. അതുപോലെ തിയറിക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, പഠിക്കണം, ഡൗട്ടുള്ള ചോദിക്കണം. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.